Welcome to the lectures of geomatics. So in this lecture we are going to discuss about the application of GPS. Okay, നമ്മൾ മുൻ ക്ലാസ്സുകളിൽ എന്താണ് GPS എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതിൻ്റെ GPS-ൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഓരോ പോയിന്റിൻ്റെയും പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഫസ്റ്റ് വൺ വി ഹാവ് അപ്ലിക്കേഷൻ ഇൻ ഏവിയേഷനകത്ത് വി യൂസ് ഫോർ റിയൽ ടൈം എയർക്രാഫ്റ്റ് പൊസിഷൻ. ഇപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ പൊസിഷൻ അത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പേസിലെ സമയത്ത് അല്ലെങ്കിൽ ആകാശത്തിൽ ആ പോകുന്നതിൻ്റെ ആക്ച്വൽ റിയൽ ടൈം പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ GPS ഉപയോഗിക്കാറുണ്ട്. ദെൻ വി ഹാവ് ആപ്ലിക്കേഷൻ ഇൻ മറൈനിൽ നാവിഗേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഷിപ്പിൻ്റെ നാവിഗേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിൻ്റെ റൂട്ടും അതിലെ ഡിഫിക്കൽട്ടീസും ഓപ്ഷൻസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും GPS ഉപയോഗിക്കാറുണ്ട്. ദെൻ ഫാമിങ്ങിലെ പ്ലാന്റേഷന്, സീസണൽ ഓപ്പറേഷൻ, അതുപോലെ വെതർ വാക്കിങ്, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ GPS ഉപയോഗിക്കാറുണ്ട്. ദെൻ സർവേയിങ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ആപ്ലിക്കേഷനാണ്. സർവേയിങ്, മാപ്പിംഗ് ആൻഡ് മെഷറിങ് അല്ലേ. ഏരിയ മാപ്പ് ചെയ്യാൻ, ഓരോ പൊസിഷൻ്റെയും ഫീൽഡ് കോർഡിനേറ്റുകൾ കണ്ടെത്താൻ, അതിൽ നിന്ന് ഏരിയയും അതുപോലെ കോണ്ടൂറും എലിവേഷൻസ് കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ദെൻ മിലിറ്ററി പർപ്പസിന് അവരുടെ മാപ്പ് ലൊക്കേഷൻസ് കണ്ടെത്താൻ, അവരുടെ വെഹിക്കിള് ട്രാക്ക് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെ ജിയോഗ്രാഫിക് ഫീച്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നമുക്കറിയാം ഇത് ഏവിയേഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓരോ പ്ലേറ്റിൻ്റെയും അതിൻ്റെ റിയൽ ടൈം പൊസിഷൻ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ ഫാമിങ്ങിൽ അവരുപയോഗിക്കുന്ന വെഹിക്കിൾസ്, ക്രോപ്പ് ഈൽഡിങ്ങിനും അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ഒക്കെ GPS എനേബിൾഡ് ആണ്. ദെൻ സർവേയിങ്ങിന് പൊസിഷൻ കണ്ടെത്താനും അതേപോലെ ഏരിയ, പിന്നെ കോണ്ടൂറ്, വോളിയം, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർവേയിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. ദെൻ മിലിറ്ററി പർപ്പസ്, അതായത് മാപ്പ് ലൊക്കേഷനും വെഹിക്കിൾസ് ട്രാക്ക് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുക. പിന്നെയുള്ള ആപ്ലിക്കേഷൻസ് ആണ് ടെലികമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് ത്രൂ GPS എനേബിൾഡ് ആണ് അല്ലെ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ വെഹിക്കിൾ ഗൈഡൻസ്, അതുപോലെ റോഡ് ട്രാൻസ്പോർട്ട് മോണിറ്ററിങ്, ദെൻ ലൊക്കേറ്റിംഗ് പെറ്റ്സ് ആൻഡ് കീപ്പിംഗ് വാച്ച് ഓൺ എൽഡേർലി. അപ്പോൾ ഇതിൽ കമ്മ്യൂണിക്കേഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. പിന്നെ വെഹിക്കിൾ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ GPS അസിസ്റ്റഡ് വെഹിക്കിൾസ് ഉണ്ട് അല്ലേ, നമുക്ക് റൂട്ടുകൾ അറിയാൻ, അതേപോലെ ഓപ്ഷൻസ്, ഇടക്കുള്ള റോഡുകളിൽ ഉണ്ടാവുന്ന ഫെസിലിറ്റീസ് അറിയാനൊക്കെ നമുക്ക് GPS ഉപയോഗിക്കാം. പിന്നെ റോഡ് മോണിറ്ററിങ്, ട്രാൻസ്പോർട്ട് മോണിറ്ററിങ് ഉണ്ട്, ട്രാഫിക് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ ഗുഡ്സ് വെഹിക്കിൾസിൻ്റെ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് GPS ഉപയോഗിക്കാം. പിന്നെ ലൊക്കേറ്റിംഗ് പെറ്റുകളെ ഇപ്പോൾ നമ്മൾ തുറന്നു വിടുന്ന സമയത്തൊക്കെ അവരുടെ മോണിറ്ററിങ്, അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ, അവരുടെ റൂട്ട് കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ എൽഡേർലി, കുറേ പ്രായമായ ആളുകളെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ GPS ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഓരോ അതിൻ്റെ സെയിം കൺസെപ്റ്റ് തന്നെ പല രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ലൊക്കേഷൻ മോണിറ്ററിങ് ഒക്കെയാണ്. അതുപോലെ യൂസിങ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വെഹിക്കിൾ ഗൈഡൻസിന് നമ്മൾ സാധാരണ ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇത് ട്രാൻസ്പോർട്ട് മോണിറ്ററിങ് ആണ്. ദെൻ പിന്നെ ഉപയോഗിക്കുന്ന എമർജൻസി റോഡ് സൈഡ് സപ്പോർട്ടിന് ഉപയോഗിക്കും. അതുപോലെ പബ്ലിക് സേഫ്റ്റി ആൻഡ് ഡിസാസ്റ്റർ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ദെൻ റോബോട്ടിക്കിൻ്റെ മൂവ്മെൻറ്റിനൊക്കെ ബേസിക്കലി GPS വേണം. ദെൻ ഡിസേബിൾഡ് പീപ്പിൾസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മോണിറ്ററിങ്, അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. സ്പീഡ് മോണിറ്ററിങ്, വെഹിക്കിൾസിൻ്റെയും മറ്റും സ്പീഡ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ദെൻ ജിയോ മാപ്പിംഗ് ആൻഡ് ലാൻഡ് മാർക്കിംഗ്, നമ്മുടെ എർത്ത് ഫീച്ചേഴ്സ് മാപ്പ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ദെൻ ട്രാക്കിംഗ് ലഗേജ്, ഇപ്പോൾ ഒരു ഗുഡ്സ് വെഹിക്കിൾ, ഒരു ലഗേജ് വെഹിക്കിൾ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യാൻ. പിന്നെ ഇമ്മൊബിലൈസിങ് ദ വെഹിക്കിൾ ഇൻ കേസ് ഓഫ് തെഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ദെൻ ഫോൾ മോഷൻ, എർത്തുകേക്കിന്റെ മോഷൻ, അതുപോലെ തന്നെ ഇതിനകത്ത് GPS-ന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഭൂമിയിൽ നടക്കുന്ന ചെറിയൊരു അനക്കം പോലും അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഫോൾട്ട് മോഷനകത്ത് എർത്തുകേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ലാൻഡ് സ്ലൈഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി, ഇതൊക്കെ നമുക്ക് GPS എനേബിൾഡ് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഹോട്ടൽസ് സെർച്ച് ചെയ്യാൻ, ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മളെ ഗൂഗിൾ മാപ്പിനകത്ത് നോക്കി നമുക്ക് നിയർ ബൈ ഹോട്ടൽ, ഹോസ്പിറ്റല്, പിന്നെ പെട്രോൾ പമ്പുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ആൻഡ് അക്യുറസി ഓഫ് വെതർ ഫോർകാസ്റ്റ്,
വെതർ ഫോർകാസ്റ്റിംഗ് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ മൈഗ്രേഷൻ പാറ്റേൺ എൻഡേഞ്ചേർഡ് സ്പീഷീസിന് ഇപ്പൊ ചില പക്ഷികളൊക്കെ ഉണ്ടാവും അത് ഓൾമോസ്റ്റ് എൻഡേഞ്ചേർഡ് ആവും അല്ലെ. അപ്പൊ അവരുടെ മൂവ്മെന്റ് അവർ എങ്ങോട്ടാണ് പോകുന്നത്, തിരിച്ചു വരുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഗാദറിങ് അക്യുറേറ്റ് ആൻഡ് ടൈംലി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അല്ലെ. നാവിഗേഷന് GPS ബേസ്ഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു വെബ്സൈറ്റ് തുറന്നാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിനകത്ത് വരും അത് അല്ലെ. നമ്മുടെ ഇൻട്രസ്റ്റുകൾ നോക്കി, അതുപോലെ നമ്മുടെ ലൊക്കേഷൻ ബേസ്ഡ് ഒരു കാര്യം സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വസ്തു സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്തുള്ള ലൊക്കേഷനുമായി ബന്ധപ്പെട്ടാണ് ആദ്യം നമുക്ക് കാണിച്ചു തരാം. അപ്പൊ അതൊക്കെ ഈ GPS-ന്റെ അപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് GPS-ന്റെ അപ്ലിക്കേഷനിൽ വരുന്നത്. ഓക്കെ, സോ ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അബൌട്ട് ദി അപ്ലിക്കേഷൻ ഓഫ് GPS ആണ്. ഓക്കെ, സോ താങ്ക് യു.